ഹലോ ഗൈസ്, ഹൈലാൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കുറച്ച് പച്ചക്കറി തൈ ഉണ്ടായിരുന്നു. അതിൽ ചീനി ഒന്ന് നട്ട് ബാക്കിയെല്ലാം പുതിയ ഗ്രോ ബാഗ് വാങ്ങിക്കാൻ നടാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ മണ്ണ് എടുത്തുകൊണ്ട് വന്നു ഗ്രോ ബാഗിൻ്റെ അത് നിറയ്ക്കാനായിട്ടുള്ള. പിന്നെ ചെറിയ ആട്ടുംകാട്ടം ഇപ്രാവശ്യം എടുത്തുകൊണ്ട് വന്നത്. ആട്ടുംകാട്ടം നല്ലൊരു വളമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്രാവശ്യം ചാണകപ്പൊടി കിട്ടിയില്ല, അതാണ് കാര്യം. രണ്ടെണ്ണം കൂടെ ഇനി മിക്സ് ചെയ്യണം, മണ്ണും ഇത് ചാണകപ്പൊടിയല്ല ആട്ടുംകാട്ടവും മിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സാധാരണ എന്തെങ്കിലും ഒരു രാസവളം കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യാറ്. ഈ പ്രാവശ്യം രാസവളമോ അങ്ങനെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഈ കാണുന്ന ഓരോ ഗ്രോ ബാഗിലെയും മൊത്തം ചെടികളെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഇനി അപ്പുറത്ത് കൊണ്ട് തട്ടണം. മുഴുവൻ മണ്ണും അപ്പുറത്ത് കൊണ്ട് തട്ടിയിട്ട് അതെല്ലാം ഒന്ന് ഇളക്കി പറക്കി എടുക്കണം. എന്നിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം ഈ ഗ്രോ ബാഗിൻ്റെ അകത്തോട്ട് നിറയ്ക്കാനുള്ള പരിപാടിയാണ്. മുഴുവൻ ഗ്രോ ബാഗും പോയി, കൊള്ളാവുന്ന നോക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നിറയ്ക്കണം. എന്നിട്ട് പുതിയ ഗ്രോ ബാഗ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള മണ്ണ് നന്നായിട്ട് ഇളക്കി പറക്കി എടുത്തും നിറച്ച് ബാക്കി നമ്മുടെ തക്കാളിയും ക്യാബേജും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം നടാനുള്ള പരിപാടിയാണ്. ഇതിപ്പം മുഴുവൻ ഇളക്കി ഓരോന്നോരോന്നായിട്ട് കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുമ്പം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഒത്തിരി കട്ടയായിട്ടില്ല, ഒത്തിരി പേസ്റ്റ് പോലെ നമ്മൾ ഈ നമുക്ക് കള മണ്ണ് പോലെ ആയിട്ടില്ല. ഇത് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് പിന്നെ ഗ്രോ ബാഗ് മിക്കതും പോയി. ഒരു എങ്ങനെ പോയാലും ഒരു 2 വർഷം 3 വർഷം എടുത്ത് പഴക്കമുള്ള ഗ്രോ ബാഗാണ്. ഉണ്ടല്ലേ, തൊടുമ്പളെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കൊള്ളാമെന്ന് ഇനി എടുത്ത് അത് ബാക്കി എടുത്ത് വേസ്റ്റായിട്ട് കത്തിച്ച് കളയാനുള്ള ഇനി അടുത്ത് നോക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെടിയെല്ലാം പറിച്ച് കളഞ്ഞ് കുറേ ചീരയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചീര ഞാൻ നട്ടിട്ടില്ല, ഈ സാധനം തന്നെ ഉണ്ടായത്. എങ്ങനെ എവിടുന്ന് മുളച്ചു വന്ന് ഇതിൻ്റെ അകത്തൊക്കെ മുളച്ചതാണ്. പിന്നെ അത് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഉപകാരപ്പെടുകയും ചെയ്തു. നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു അതിഥീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിനി കൈകൊണ്ട് പതുക്കെ ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന തൂമ്പാൻ കൊണ്ട് എങ്ങാണ്ട് നിറച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ട് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈകൊണ്ട് നിറയ്ക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് തൂമ്പാൻ കൊണ്ട് അത്യാവശ്യം നിറയ്ക്കുന്ന എളുപ്പം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇത് മൊത്തം ഒന്ന് നിറച്ചിട്ടെ ഇതിൻ്റെ അകത്ത് ഓരോന്ന് മൊത്തം ഫില്ല് ചെയ്യുന്നില്ല, അത്യാവശ്യം ഒരു പകുതിയെ ഫില്ല് ചെയ്യുന്നുള്ളൂ. പിന്നെ പൊങ്ങി വരുന്നതനുസരിച്ച് മണ്ണിട്ട് കൊടുക്കാനുള്ള പ്ലാനിങ് ആണ്. അതുകൊണ്ട് പിന്നെ പകുതിയെ കൈകൊണ്ട് വാരി നിറച്ചിട്ടുള്ളൂ. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അടിയിൽ ഞാൻ ഇച്ചിരി കരികില ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയി. അടുത്ത് ഞാൻ കാണിക്കാം കരികില എടുത്തുകൊണ്ട് വരുന്നത്. അവിടുന്ന് ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി ഓരോന്നോരോന്ന് മാറ്റി വെക്കാം. നമ്മൾ കരികില എടുക്കാൻ പോയാണ് കാണുന്നത്. കരികില എടുത്തു ഓരോന്നോരോന്നിൻ്റെ അകത്തോട്ടാക്കി. കാരണം നമുക്കെപ്പോഴും കരികില ഇട്ടിട്ട് ഇത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ എല്ലാത്തിലും ഓരോന്നും മാറി നിറച്ച് സെറ്റാക്കാം. അങ്ങനെ സെറ്റാക്കിയിട്ട് വേണം ഇനി അടുത്ത പരിപാടി നോക്കാൻ. നിങ്ങളിങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമോ ഗൈസ്? അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. കൃഷിയൊക്കെ വീട്ടിൽ ചെറിയ അടുക്കള തോട്ടമൊക്കെ സെറ്റ് ചെയ്യുന്നവരെ. നമ്മൾ മണ്ണെല്ലാം നിറച്ചു ഗ്രോ ബാഗിൽ. ഇനി നമുക്ക് നമ്മുടെ ആളെ എടുത്തുകൊണ്ട് വന്ന് ഓരോന്നിൽ സ്ഥാപിക്കാം. ഇപ്പോൾ ചീനി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചീനി എല്ലാത്തിലും ഓരോന്നോരോന്ന് നട്ടു. ഇനി അടുത്ത് ഇത് നട്ടിട്ട് ഇതിൻ്റെ അകത്ത് മുകളിൽ കുറച്ച് കരിയിലെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. സെറ്റാക്കിയിട്ട് എല്ലാം നട്ട് നന്നായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുത്താലേ ആ പണി അങ്ങ് തീർന്നു. അപ്പോൾ മൊത്തം ഇനി ഒന്നായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവതരണമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.